നമസ്കാരം. പാചകവാതകക്ഷാമം രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഹോട്ടലുകൾ പൂട്ടിയതോടെ പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ വീടുകൾ പട്ടിണിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഹോട്ടലുടമകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. പല ഹോട്ടലുകളും ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായി. ഒരു പ്രതിസന്ധിയും ഇല്ലെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടയിലും സ്ഥിതി രൂക്ഷമായി കഴിഞ്ഞു. ഇതിനിടെ തൃശൂരിൽ അറ്റകുറ്റപ്പണിക്കിടെ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈൻ തൊഴിലാളികൾ അശ്രദ്ധമായി പൊട്ടിച്ചത് 63,380 സിലിണ്ടറിലേതിന് തുല്യമായ വാതകം നഷ്ടമാക്കിയെന്ന വാർത്ത സൂചിപ്പിക്കുന്നത് കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ്. വാതക നഷ്ടം മാത്രമല്ല, എന്ത് സുരക്ഷയാണ് ഇത്തരം ഇന്ധന പൈപ്പുകൾക്ക് ഉള്ളതെന്ന ചോദ്യവും ഭയപ്പെടുത്തുന്നതാണ്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഈദ് നമസ്കാരം നടന്നു. തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് റൂട്ട് മാർച്ച് അന്നമനട അമ്പലനടയിൽ നിന്നും ബസ് സ്റ്റാൻഡ് വരെ. കൊടുങ്ങല്ലൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്നദാന യജ്ഞത്തിന് തുടക്കമായി. രേവതി അശ്വതി നാളുകളിൽ 25,000 പേർക്ക് അന്നദാനം നൽകും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഈദ് നമസ്കാരം നടന്നു. വിശ്വാസികൾ പരസ്പരം സ്നേഹാലിംഗനം ചെയ്തു. വീടുകളിൽ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കിയും കൂടിച്ചേരലിന്റെ പെരുന്നാൾ വിശ്വാസികൾ ആഘോഷമാക്കി. പുലർച്ചെ മുതൽ ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതമെടുത്ത് നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെയാണ് ആഘോഷത്തിലേക്ക് വിശ്വാസികൾ കടന്നത്. മാള ജുമാ മസ്ജിദ് പള്ളിയിലും വിശ്വാസികൾ നിസ്കാരം നടത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. കൊപ്രക്കളം ജാമിയ ബുസ്താനുൽ ഉലും മൈതാനത്ത് നടന്ന ഈദ്ഗാഹിന് മുഹമ്മദ് ബിലാൽ സലഫി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദ് സഫയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ജഫർ സഖാഫി അൽ അസരി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദ് മുബറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് AI അബ്ദുൽ ജലീൽ മൗലവി നേതൃത്വം നൽകി. ചന്ദ്രാപിനി CV സെന്റർ നൂറുൽ ഹുദ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് റാഷിദ് റഹ്മാനി നേതൃത്വം നൽകി. ചന്ദ്രാപിനി സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടന്ന ഈദ്ഗാഹിന് അൻഫാൽ സലഫി നേതൃത്വം നൽകി. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ നൂറുകണക്കിന് വിശ്വാസികൾ ഒത്തുചേർന്നു. ചീഫ് ഇമാം ഹുസൈൻ ബാഖവി മുഖ്യ കാർമ്മികനായി. കെട്ടിപ്പിടിച്ചും ആശംസകൾ അർപ്പിച്ചുമാണ് വിശ്വാസികൾ സ്നേഹപ്പെരുന്നാളിന്റെ ആഹ്ലാദം പങ്കിട്ടത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അന്നമനടയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. മാള SHO R രാജേഷ്, SI അജാസുദ്ദീൻ, SSB 715/A ഝാർഖണ്ഡ് യൂണിറ്റ് സബ് ഇൻസ്പെക്ടർ ഭുവനേശ്വർ എന്നിവരുടെ നേതൃത്വത്തിൽ 75ഓളം സേനാംഗങ്ങളാണ് റൂട്ട് മാർച്ചിൽ പങ്കെടുത്തത്. അന്നമനട അമ്പലനടയിൽ നിന്നും ബസ് സ്റ്റാൻഡ് വരെയാണ് മാർച്ച് നടന്നത്. കൊടുങ്ങല്ലൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്നദാന മഹായജ്ഞത്തിന് തുടക്കമായി. രേവതി അശ്വതി നാളുകളിൽ 25,000 പേർക്ക് അന്നദാനം നൽകുന്ന അന്നദാന മഹായജ്ഞത്തിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ക്ഷേത്രമടികൾ അഡ്വക്കേറ്റ് ത്രിവിക്രമൻ അടികൾ നിർവഹിച്ചു. താലൂക്ക് NSS യൂണിയൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിക്ക് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് C രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി MC ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് K മനോജ് കുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്കല വേണുരാജ്, ഭരണസമിതി അംഗങ്ങളായ CG രവീന്ദ്രൻ, വിജയൻ, ഉദയകുമാർ, വനിതാ യൂണിയൻ സെക്രട്ടറി പാർവതി മനോജ്, രേണുക ശശിധരൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യൂണിയന്റെ വിവിധ കരയോഗങ്ങളിൽ നിന്നും കരയോഗ വനിതാ സമാജ ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു. LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. മാള ടൗണിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് VR സുനിൽകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി ഓഫീസാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്.
നേരത്തെ സഖാവ് എം രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് തന്നെ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ഓഫീസ് സഖാവ് ഡേവിസ് മാഷ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ 25ഓളം വരുന്ന മേഖലാ കമ്മിറ്റികളുടെ ഓഫീസും 208ഓളം വരുന്ന ബൂത്ത് കമ്മിറ്റികളുടെ ഓഫീസും ഇന്നു മുതൽ അതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടക്കുകയാണ്. CPIM ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി VR സുനിൽകുമാർ, CPIM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, CPI മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, LDF നേതാക്കളായ KC വർഗീസ്, ബിനിൽ പ്രതാപൻ, വേണു വെണ്ണറ, അഡ്വക്കേറ്റ് TP അരുൺ മേനോൻ, ശിവൻ കരിയത്തുപറമ്പിൽ, ഡേവിസ് കണ്ണമ്പള്ളി, KV ഉണ്ണികൃഷ്ണൻ, PP കൃഷ്ണകുമാർ, VM വർസൻ, MK ബാബു എന്നിവർ സംസാരിച്ചു. അഴീക്കോട് ലൈറ്റ് ഹൗസ് മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ പെരുന്നാൾ ദിനത്തിൽ സൈക്കിൾ വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. നോമ്പുമാസത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ നമസ്കാരത്തിലും പള്ളിയിൽ നടന്ന മറ്റു പരിപാടികളിലും പങ്കെടുത്ത കുട്ടികൾക്കാണ് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൈക്കിളും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചത്. ചടങ്ങിൽ മസ്ജിദ് പ്രസിഡന്റ് KK അബു ഹാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നൌഷാദ് കാവുങ്കൽ, മസ്ജിദ് ഖത്തീബ് സുൽഫിക്കർ ഹസനി പ്രാർത്ഥന നടത്തി. സെക്രട്ടറി നൌഷാദ് കാവുങ്കൽ സംസാരിച്ചു. മസ്ജിദ് ഖത്തീബ് സുൽഫിക്കർ ഹസനി പ്രാർത്ഥന നടത്തി. ഖത്തീബ് ഫൈസൽ സഖാബി, TS മുഹമ്മദ്, TA മുഹമ്മദ് അലി, VM മജീദ്, AA സിദ്ദിഖ്, PK കൊച്ചു മുഹമ്മദ്, അബ്ദുറഹ്മാൻ കുട്ടി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിന്റെ ഭാഗമായി വൈകിട്ട് കുർബാന, ലദീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ഇടവക വികാരി ഫാദർ ജോയ് പേരേപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ് എന്നിവ നടന്നു. ഇടവകയിലെ പിതൃവേദി അംഗങ്ങൾ ഊട്ടുനേർച്ച നടത്തി. കൈക്കാരന്മാരായ ഷാജി വടക്കൻ, ബേസിൽ തോമസ്, ചാക്കോള ജോൺസൺ ഇലവത്തിങ്ങൽ, ഗിൽബർട്ട് ചിറക്കൽ, ഷാജു കൂളിയാടൻ എന്നിവർ ഊട്ടുസദ്യയ്ക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഈദ് നമസ്കാരം നടന്നു. തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് റൂട്ട് മാർച്ച് അന്നമനട അമ്പലനടയിൽ നിന്നും ബസ് സ്റ്റാൻഡ് വരെ. കൊടുങ്ങല്ലൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്നദാന യജ്ഞത്തിന് തുടക്കമായി. രേവതി അശ്വതി നാളുകളിൽ 25,000 പേർക്ക് അന്നദാനം നൽകും. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.